ഹലോ, ഇന്ന് നമുക്ക് ഒരു ഭക്തിഗാനം പഠിച്ചാലോ അല്ലേ? മൂകാംബിക ദേവിയുടെ മനോഹരമായിട്ടുള്ള ഒരു പാട്ട് പഠിക്കാം. മൂകാംബികെ ദേവി എന്ന് തുടങ്ങുന്ന ഗാനമാണ് കേട്ടോ. തുളസി തീർത്ഥം എന്ന ആൽബത്തിലുള്ള പാട്ടാണ്. ദാസാറ് വളരെ മനോഹരമായി പാടി വെച്ചിട്ടുള്ള പാട്ടാണ്. നമുക്കിന്ന് പഠിച്ചു നോക്കാം. ഈ പാട്ട് സാരമതി എന്ന് പറഞ്ഞിട്ടുള്ള രാഗത്തിലാണ് കമ്പോസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ പല്ലവി ഞാൻ ആദ്യം പാടിത്തരാം, അതിൻ്റെ ശേഷം അനുപല്ലവി, അതിൻ്റെ ശേഷം ചരണം കേട്ടോ. ഫസ്റ്റ് പാരഗ്രാഫാണ് പല്ലവി എന്ന് പറയുന്നത്, സെക്കൻഡ് പാരഗ്രാഫാണ് അനുപല്ലവി, ദെൻ തേർഡ് പാരഗ്രാഫാണ് ചരണം. ഓക്കെ, ഇത് ഇപ്പോഴും മനസ്സിലാവാത്ത കുറേ പേരുണ്ട്, അവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒന്ന് പറഞ്ഞേ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും നമസ്കാരം, ദീപ്ത സംഗീതത്തിലേക്ക് സ്വാഗതം. ഞാൻ ദീപ കിഷോർ. പാട്ടിൻ്റെ വരികൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. നിങ്ങളത് എഴുതിയെടുക്കണേ, എഴുതിയെടുത്തിട്ട് അത് നോക്കിയിട്ട് പഠിക്കുക കേട്ടോ. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവാത്ത ഭാഗങ്ങളുണ്ടെങ്കിൽ അവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ട് അവിടെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അവിടെ നോട്ട് ചെയ്ത് വയ്ക്കുക സംഗതികളൊക്കെ കേട്ടോ. അപ്പം ഞാനിവിടെ നീട്ടി പാടുന്ന സമയത്ത് ഇങ്ങനെ ഒരു ആരോ മാർക്കൊക്കെ ഇട്ട് കൊടുത്താൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഇവിടെ ഇങ്ങനെ നീട്ടി പാടണം എന്നൊക്കെ മനസ്സിലാവും. അപ്പോൾ അതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് പഠിക്കുക കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് എഴുതിയെടുക്കണേ, മറന്നു പോകരുത്. ആദ്യം അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഭക്തിഗാനങ്ങൾ പാടുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതൊക്കെ ഞാൻ നേരത്തെ കുറേ വീഡിയോസിലൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. അതൊക്കെ പോയിട്ട് കാണണം കേട്ടോ. ഒരുപാട് ഭക്തിഗാനങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. എല്ലാവരും പോയിട്ട് കാണണം, നന്നായി പഠിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ഗാനത്തിൻ്റെ പല്ലവിയിലേക്ക് പ്രവേശിക്കാം. ഓക്കെ, നോക്കിക്കേ. നമ്മൾ ശ്രുതി വെച്ചിട്ടുള്ളത് ഡി ആണ് കേട്ടോ. ഡിയിലാണ് പാട്ട്. ഓക്കെ, പാടാം. ശ്രുതി ഇങ്ങനെ നമ്മൾ ആ ശ്രുതിയിലേക്ക് നമ്മൾ വോയിസ് കൊണ്ടുപോകണം ആദ്യം തന്നെ. കണ്ടോ? മൂകാംബികേ ദേവി ജഗദംബികേ, മുപ്പാരിനും നിത്യവരദായികേ. മൂകാംബികേ ദേവി ജഗദംബികേ, മുപ്പാരിനും നിത്യവരദായികേ. അടിയനിൽ വിടരും പത്മദളങ്ങളിൽ അവതരിക്കൂ ദേവി, അനുഗ്രഹിക്കൂ. മൂകാംബികേ ദേവി ജഗദംബികേ, മുപ്പാരിനും നിത്യവരദായികേ. ഇങ്ങനെയാണ് പല്ലവി പോകുന്നത്. അപ്പോൾ അത് ഓരോ വരികൾ വെച്ചിട്ട് എങ്ങനെയാ പാടാൻ നോക്കാം നമുക്ക്. മൂകാംബികേ ദേവി അല്ലേ, എത്ര മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ് നോക്കിയേ. അപ്പോൾ അത്രയും ഭംഗിയായിട്ട് നമ്മളത് പാടുകയാണ് കേട്ടോ. മൂകാംബികേ ദേവി എന്നെടുക്കണം അവിടെ. എങ്ങനെയാണ്? മൂകാംബികേ ദേവി ജഗദംബികേ എന്നാണ്. ജഗദംബികേ എന്നുള്ളിടത്ത് ആ ജഗദം അവിടെ ഒരു ചെറിയൊരു സംഗതി അല്ലേ. ജഗദംബികേ അവിടുത്തെ സംഗതി നോക്കിക്കേ. ജഗദംബികേ എന്നെടുക്കണ്ട. അവിടെ ഒന്നും പ്ലെയിൻ അല്ല കേട്ടോ, കുഞ്ഞു കുഞ്ഞു സംഗതികളുണ്ട്. അത് ശ്രദ്ധിച്ച് നോക്കിയിട്ട് പഠിക്കണേ. ഒന്നുകൂടെ അത്. മൂകാംബികേ ദേവി ജഗദംബികേ. കണ്ടോ? ഇനി അടുത്തവർ നോക്കിക്കേ. മുപ്പാരിനും എന്നാണ്. മുപ്പാരിനും ആ പാ എന്നെടുക്കുന്നത് കണ്ടോ? പാരിനും എന്നാണ് കൊണ്ടുവരുന്നത്. അതൊന്ന് കേറി ഇറങ്ങുന്നുണ്ട് അല്ലേ. പാരി കണ്ടോ? മുപ്പാരിനും നിത്യ വരദായികേ. വരദായി വര അവിടെയും ആ ഒരു ചെറിയ സംഗതി കൊടുത്തിട്ടുണ്ട് കേട്ടോ, വ എന്നുള്ള അക്ഷരത്തിന്. വര വര എന്നാണ്. വരദായികേ. രണ്ടാമത് പാടുമ്പോൾ വരദായികേ എന്നും പാടുന്നുണ്ട്.
കേട്ടോ. ആദ്യം നമ്മൾ പാടുമ്പോൾ വരദായികേ എന്നാണ്. രണ്ടാമത് റിപ്പീറ്റ് ചെയ്യുമ്പോഴാണ് വരദായികേ എന്ന് വരുന്നത്. അപ്പോൾ ആ രണ്ടുപേരും ഒരുമിച്ച് എൻ്റെ കൂടെ ഒന്ന് പാടി നോക്കൂ. മൂകാംബികേ ദേവി ജഗദംബികേ മുപ്പാരിനും നിത്യവരദായികേ. മൂകാംബികേ ദേവി ജഗദംബികേ മുപ്പാരിനും നിത്യവരദായികേ. ഓക്കെ, ഇനി അടുത്തത് അടിയനിൽ അടിയനിൽ വിടരും ആത്മദളങ്ങളിൽ എന്നാണ്. അവിടെ അടിയനിൽ അടിയനിൽ വിടരും എന്നാണ് കേട്ടോ. അടിയനിൽ വിടരും പത്മദളങ്ങളിൽ. ഓക്കെ, പത്മ എന്നാണ്. അടിയനിൽ വിടരും പത്മ. അവിടെ ഒന്നും ഗമകങ്ങളൊന്നും പ്രയോഗിച്ചിട്ടില്ല. അവിടെ ഒരു ഒഴുക്കിലാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പം അതൊന്ന് ശ്രദ്ധിച്ചിട്ട് അതേ ഈണത്തിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് നോക്കണം കേട്ടോ. ഓക്കെ, മനസ്സിലായോ? അടിയനിൽ അടിയനിൽ എന്നാണ് കേട്ടോ. അവിടെ വേറെ സംഗതികളൊന്നുമില്ല. അടിയനിൽ വിടരും വിടരും പത്മ പത്മദളങ്ങളിൽ അവതരിക്കൂ എന്നാണ്. മുകളിൽ നിന്ന് താഴോട്ട് അവതരിക്കൂ ദേവി. കണ്ടോ? അവതരിക്കൂ ദേവി 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 എന്നുള്ള ആ ഒരു വിളി നോക്കിക്കേ. ദേവി എന്നാണ് വിളിക്കുന്നത് കേട്ടോ. അവതരിക്കൂ ദേവി അനുഗ്രഹിക്കൂ അനുഗ്രഹിക്കൂ. അവിടെ ക്യൂ എന്നുണ്ട്. അനുഗ്രഹിക്കൂ. ഓക്കെ, മൂകാംബികേ. പിന്നെ പല്ലവിയിലേക്ക് പോവാണ്. അപ്പൊ ഈ ഒരു ഭാഗം മാത്രം ഒന്നുകൊണ്ട് നോക്കിക്കേ. അടിയനിൽ വിടരും പത്മദളങ്ങളിൽ അവതരിക്കൂ ദേവി അനുഗ്രഹിക്കൂ. മൂകാംബികേ ദേവി ജഗദംബികേ മുപ്പാരിനും നിത്യവരദായികേ. ഇങ്ങനെയാണ് പോകുന്നത് കേട്ടോ. നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ. പിന്നെ നിങ്ങളെ കമൻസ് അത് തീർച്ചയായിട്ടും വേണം. പിന്നെ ഞാൻ പറയാറുണ്ട്, ഇത് സാധാരണ ആളുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നതാണ്. പാട്ട് പഠിക്കാത്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ പാടാൻ ആഗ്രഹം ഉണ്ടാകും. അപ്പോൾ ഓരോ നോട്ടുകൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പം കുറച്ചുകൂടി അവർക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റും. അങ്ങനെയുള്ള ആളുകൾക്ക് നന്നായിട്ട് പാടാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന ഒരു ചെറിയ ഒരു വീഡിയോ ആണ് കേട്ടോ അത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് കണ്ട് പഠിക്കുന്നുണ്ടെന്ന് ഞാൻ അറിയുന്നുണ്ട്. വളരെ സന്തോഷം. അപ്പോൾ ഇനിയും തുടർന്ന് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. നല്ല നല്ല സ്റ്റേജുകളിലൊക്കെ പാടാൻ സാധിക്കട്ടെ കേട്ടോ. നോക്കൂ, അനുപല്ലവി കേട്ടോ. കാലാധിവർത്തിയാം കലകൾക്കെന്നാളും ആധാരം നീയല്ലോ എന്നാണ്. അപ്പോൾ അത് കാലാധി എന്നാണ് കേട്ടോ. ശ്രുതി ചേർത്ത് പോണം. അവിടെ ഒരു ഒഴുക്കിലാണ് പോകുന്നത് കേട്ടോ. കാലാധി എടുക്കുന്നത് നോക്കിയേ. കാലാധി എന്നാണ്. കണ്ടോ? അവിടെ ഗമകങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ഒരു ഒഴുക്കിൽ അങ്ങനെ പോവാണ്. വാ എന്നുള്ള അക്ഷരം നോക്കിക്കേ. വർത്തിയാം എന്നാണ് കേട്ടോ. കാലാധിവർത്തിയാം. ഓക്കെ,
എന്നാണ്. ടോപ്പിലേക്ക് പോകണം വോയിസ്. നന്നായിട്ട് നമ്മൾ ശ്രദ്ധിച്ചെടുക്കണം കേട്ടോ. അവിടെ ചിലപ്പോൾ ടോപ്പിൽ കിട്ടിയില്ല വിചാരിച്ചിട്ട് താഴെ പാടരുതേ. ഓക്കെ. കലകൾ കലകൾക്കെന്നാളും എന്നാണ്. അപ്പോൾ നോക്കി ആ ശ്രുതിയിൽ അങ്ങനെ ചേർന്ന് പോവാണ്. ഒന്നുകൂടി ആ വരി പാടൂ. കാലാധിവർത്തിയാം കലകൾക്കെന്നാളും. ക്ലിയർ? നിങ്ങൾ എൻ്റെ കൂടെ ഇങ്ങനെ പാടി നോക്കിയാൽ മതി. അപ്പം ആ ഒരു ഹൈ നിങ്ങൾക്ക് അത്ര പ്രയാസം തോന്നില്ല. നിങ്ങൾ എൻ്റെ കൂടെ അങ്ങനെ പോകുന്നുള്ളൂ കേട്ടോ. ചിലർ പറയുന്നുണ്ട് എൻ്റെ കൂടെ പാടുമ്പോൾ കറക്റ്റായിട്ട് പാടുന്നുണ്ട്, പിന്നെ നിർത്തി പാടുമ്പോഴാണ് പ്രശ്നം എന്ന്. പക്ഷെ അത് നിങ്ങൾ കുറേ തവണ പാടി നോക്കിയിട്ട് പാടിയാൽ മതി കേട്ടോ. കുറച്ച് സമയം നോക്കി പിന്നെ അത് നിർത്തി പാടുമ്പോൾ ചെറിയൊരു പ്രശ്നം വരും. അതുകൊണ്ട് കുറേ തവണ എൻ്റെ കൂടെ ഇങ്ങനെ പാടണം കേട്ടോ, എന്നിട്ടാണ് നിർത്തി പാടേണ്ടത്. ഓക്കെ, ഒന്നുകൂടി പാടൂ അതേ വരി തന്നെ. കാലാധിവർത്തിയാം കലകൾക്കെന്നാളും. ഓക്കെ, ഇനി അടുത്ത വരി. ആധാരം നീയല്ലോ എന്നാണ്. ആധാരം നീയല്ലോ എന്നാണ്. ആധാരം അവിടെ അതും ടോപ്പിലാണ് കിടക്കുന്നത്. ആധാരം നീ അവിടെ ആധാരം എന്നാണ്. ആധാരം 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 എന്നാണ്. ഓക്കെ, ആധാരം നീയല്ലോ. ടോപ്പിലാണ് കേട്ടോ, അവിടെ തന്നെ നിൽക്കണം വോയിസ്. ആധാരം നീയല്ലോ ലോ. ക്ലിയർ? ഇനി അടുത്ത വരി നോക്കിക്കേ. അവിടെ ടോപ്പ് പാടാൻ ബുദ്ധിമുട്ടാവുന്നുണ്ടോ? നിങ്ങൾ മാക്സിമം കയറ്റി പാടണം കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ശ്രുതി വെച്ചിട്ടുള്ളത് ഡി ആണ് കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് ആ ഒരു ശ്രുതിയിൽ പോകണം നമ്മൾ. എന്നാണ്. കണ്ടോ, ആ ശ്രുതിയിലേക്ക് നമ്മൾ ആ വോയിസ് കയറ്റി കുറച്ച് ടോപ്പാണല്ലേ. സാറില്ല, എന്നാൽ നിങ്ങൾക്ക് പാടാനൊക്കെ പറ്റും. നിങ്ങളൊന്ന് നന്നായി ട്രൈ ചെയ്താൽ മതി കേട്ടോ. എൻ്റെ കൂടെ ഇങ്ങനെ നല്ല ഹൈയിൽ പാടിയിട്ട് പ്രാക്ടീസ് ചെയ്ത് ഈ ഒരു ലെവലിലേക്ക് നിങ്ങൾ എത്തണം. അതാണ് അവിടെ എന്നാണ്. ഓക്കെ, എന്നാണ്. ഓക്കെ, താഴേക്ക് പോന്നു. അക്ഷയനിധിയും കൂടെ തന്നെ പാടി വരണം കേട്ടോ. അപ്പം നിങ്ങളറിയാതെ നിങ്ങളെ വോയിസ് താഴേക്ക് വന്നോളൂ. അവിടെ അക്ഷയനിധിയും നീയല്ലോ എന്നാണ്. അതായത് അക്ഷയനിധിയും നീയല്ലോ. അവിടെ ഒന്നുമില്ല, നീയല്ലോ എന്നാണ് കേട്ടോ. നീയല്ലോ മൂകാംബികേ ദേവി ജഗദംബികേ മുപ്പാരിലും നിത്യവരദായികേ. ഇങ്ങനെയാണ് പോകുന്നത്. ഓക്കെ, ചരണം പാടുന്നതിന് മുൻപേ ആയിട്ട് ഞാൻ ഈ അനുപല്ലവി ഒന്ന് പാടിത്തരാം കേട്ടോ. മുഴുവനായിട്ടൊന്ന് പാടിത്തരാം.
കേട്ടോ. കാതിനു പീയൂഷം കണ്ണിനു കർപ്പൂരം കാനനമേഖല ചേതോഹരം എന്നാണ് അവിടെ നമ്മൾ അനുപല്ലവി പാടിയ പോലെ തന്നെയാണ് ഇവിടെയും പാടുന്നത് കേട്ടോ. ഒരുപാട് വ്യത്യാസങ്ങളൊന്നുമില്ല, അതുപോലെ തന്നെയാണ്. അപ്പം നോക്കിക്കേ, കാതിന് പീയൂഷം കാതിനു പീയൂഷം എന്നാണ്. കാതിനു പീയൂഷം. ഓക്കെ. കണ്ണിനു കർപ്പൂരം. ക്ലിയർ? കാതിനു പീയൂഷം കണ്ണിനു കർപ്പൂരം. ടോപ്പിലേക്ക് പോകണം കേട്ടോ, എൻ്റെ കൂടെ തന്നെ വരണേ. അപ്പോൾ നിങ്ങൾ അറിയാതെ നിങ്ങളിങ്ങ് കയറിക്കോളും ടോപ്പിലേക്ക്. ഒന്നുകൂടെ പാടിക്കേ. കാതിനു പീയൂഷം കണ്ണിനു കർപ്പൂരം. കർപ്പൂരം ഉണ്ടോ? ടോപ്പിലാണ് നിൽക്കുന്നത്. കണ്ണിനു കർപ്പൂരം. ശബ്ദം എടുക്കാൻ മടിച്ചിട്ട് നിങ്ങൾ താഴെ പാടരുത്. മാക്സിമം നമ്മൾ ട്രൈ ചെയ്യണം കേട്ടോ, മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. താഴെ പാടിക്കഴിഞ്ഞാൽ പോയി കേട്ടോ. ഇപ്പം പലർക്കും ഉള്ള സ്വഭാവമാണ്, നമുക്ക് ഹൈ പോകില്ല എന്ന് കാണുമ്പോൾ ഒറ്റ താഴേക്ക് ഇറങ്ങല. അപ്പോൾ അത് പറ്റില്ല. നമുക്ക് അതേ ശ്രുതിയിൽ അത്രയും ഭംഗിയായിട്ട് തന്നെ മുന്നോട്ടേക്ക് പോകണം കേട്ടോ. അപ്പം അതുകൊണ്ട് അതേപോലെ തന്നെ എൻ്റെ കൂടെ നന്നായിട്ട് പാടിപ്പോവുക. കാതിന പീയൂഷം കണ്ണിനു കർപ്പൂരം. ഓക്കെ, അടുത്ത വരെ. അത് എന്നെടുക്കണം അവിടെ. എന്നാണ് കേട്ടോ. അവിടെ അങ്ങനെ ഒരു സംഗതി ഉണ്ട്. എന്നാണ്. അവിടെ നോക്കിക്കേ, എന്നാണ്. അത് സ്പീഡാകുമ്പോഴാണ് എന്ന് പാടുന്നത് കേട്ടോ. അവിടെ ചേതോഹരം. ചേതോ കണ്ടോ? ചേതോഹരം. പിന്നെ അവിടെ ശ്രദ്ധിക്കേണ്ടത്, ആ ഒരു 2 വരി പാടിക്കഴിഞ്ഞതിന് ശേഷം അവിടെ ഒരു ബിറ്റ് വായിക്കുന്നുണ്ട്. അതിന് ശേഷമാണ് അത് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നത്. റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു മാറ്റം, പീയൂഷം എന്നുള്ള ഭാഗത്ത് ചെറിയൊരു മാറ്റം വരുന്നുണ്ട്. കാതിനു പീയൂഷം എന്നാണ് എടുക്കുന്നത് രണ്ടാമത് പാടുമ്പോൾ കേട്ടോ. അപ്പോൾ അവിടെ ഒരു അതേപോലെ തന്നെ അനുപല്ലവിയിലും അവിടെ ഒരു ചെറിയ ബിറ്റ് വായിക്കുന്നുണ്ട്. അത് ഞാൻ അവിടെ പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ അനുപല്ലവി പാടുന്ന സമയത്തും നിങ്ങൾ ശ്രദ്ധിക്കുക, ഫസ്റ്റിൽ 2 വരികൾ കഴിഞ്ഞ ശേഷം ഒരു ബിറ്റ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യാണ്. അതേപോലെ തന്നെ ചരണത്തിലും അത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ റിപ്പീറ്റ് ചെയ്യുന്ന ഈ ഒരു ഭാഗം, അപ്പോൾ രണ്ടാമത്തെ സംഗതി എങ്ങനെ വരുന്നത് നോക്കിയേ. കാതിനു പീയൂഷം, അതാണ് കേട്ടോ. ആ പി എന്നുള്ളതും പ്ലെയിൻ അല്ല, അവിടെ ഒരു കുഞ്ഞു നോട്ട് ഉണ്ട് നോക്കിയേ. കാതിനു അവിടെ വരുന്നുണ്ട് കേട്ടോ. പീയൂഷം എന്നാണ് വരുന്നത്. പീയൂഷം എന്നാണ് വരുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് മുഴുവൻ പാടിക്കേ. അതായത് രണ്ടാമത്തെ സംഗതി. ഓക്കെ, പാടാം. കാതിനു പീയൂഷം കണ്ണിനു കർപ്പൂരം കാനനമേഖല ചേതോഹരം എന്നാണ്. ഇനി അടുത്ത വരി. എന്നാണ്. അത് ടോപ്പിലാണ്, നന്നായി ശ്രദ്ധിച്ച് പാടണം. എൻ്റെ കൂടെ ആ വോയിസ് എടുത്ത് പോകണം കേട്ടോ. അതൊക്കെ നമ്മൾ ഹെഡ് വോയിസ് ആണ് ഉപയോഗിക്കുന്നത്. മൂക്കിൻ്റെ ഇവിടെയും ഹെഡിനെ ഇങ്ങോട്ടും ഫോക്കസ് ചെയ്തിട്ട് വേണം നമ്മൾ പാടാൻ വേണ്ടിയിട്ട് കേട്ടോ. അത്രയും ഹൈ പാടുമ്പോൾ ഒക്കെ അങ്ങനെ കിട്ടുള്ളൂ. പിന്നെ തുറന്ന് പാടുന്നവരുണ്ടാവും, പക്ഷെ വളരെ റെയറാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഈ ഒരു വോയിസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഹൈയിലേക്ക് പോകുന്നത്. ഓക്കെ, അപ്പം നോക്കിയേ. ഓക്കെ,
അവിടെ ഋതുക്കൾ എന്നുണ്ട്, ഋതുക്കൾ വരുന്നു. അത് 2 പ്രാവശ്യം ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് താഴേക്ക് നിൻ തിരുനടയിലൂദാരം എന്നാണ്. അവിടെ നിൻ തിരുനടയിലൂദാരം എന്നാണ്. അവിടെ ആ ഒരു സംഗതിയും കൂടെ കൊടുത്തിട്ടുണ്ട്. അവിടെ നോക്കിക്കേ, നിൻ തിരുനടയിലൂദാരം ആരം എന്നാണ്. അവിടെ സംഗതികൾ നോക്കിക്കേ, ലൂദാരം രം. അപ്പം അത്രയും സംഗതികളും അവിടെ വരുന്നുണ്ട്. നിൻ തിരുനടയിലൂദാരം മൂകാംബികേ ദേവി ജഗദംബികേ. ഇങ്ങനെ പല്ലവിയിലേക്ക് കയറുന്നു. അപ്പോൾ നമുക്കിത് മുഴുവനായിട്ടൊന്ന് പാടി വെക്കാം. ചരണം കേട്ടോ. കാതിനു പീയൂഷം കണ്ണിനു കർപ്പൂരം കാനനമേഖല ചേതോഹരം. കാതിനു പീയൂഷം കണ്ണിനു കർപ്പൂരം കാനനമേഖല ചേതോഹരം. അതിൻ്റെ ലാസ്റ്റ് പോർഷൻ വരുന്നത് എൻഡിങ്ങിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്ന സ്ഥലത്ത് കുറച്ച് സംഗതി ഉണ്ട്, നോക്കാം. മൂകാംബികേ ദേവി ജഗദംബികേ മുപ്പാരിലും നിത്യവരദായികേ അടിയനിൽ വിടരും പത്മതലങ്ങളിൽ അവതരിക്കൂ ദേവി അനുഗ്രഹിക്കൂ. മൂകാംബികേ ദേവി ജഗദംബികേ മുപ്പാരിലും നിത്യ, അത് കഴിഞ്ഞിട്ടുള്ള വരദായികേ വരദായികേ എന്നൊരു സംഗതി ഉണ്ട് ലാസ്റ്റ് കേട്ടോ. അതാണ് അവിടെ തീരെയാണ് പാട്ട് കേട്ടോ. അപ്പോൾ ആ ഒരു സംഗതി കൂടി നിങ്ങൾ പഠിക്കണം. അതായത് വരദായി വരദായികേ ആ കേ എന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടോ പാട്ട്? എല്ലാവരും നന്നായി പഠിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാവരും നന്നായി പഠിക്കണേ. ഇപ്പോൾ അമ്പലങ്ങളിലൊക്കെ പരിപാടികളല്ലേ, എല്ലാവർക്കും പാടാലോ കേട്ടോ. അപ്പോൾ കരോക്കെയൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയായിട്ട് പാടണം കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.